പ്രിയമുള്ളവരെ, ഏവർക്കും ടെക്പേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഏവരും കാത്തിരുന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ വിജ്ഞാപനം മെയ് 30 വരാൻ പോവുകയാണ്. അപ്പൊ ഇതുവരെയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഇനി പഠിച്ച് ആദ്യ അഡ്വൈസിൽ തന്നെ ജോലി നേടാനായിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മെയ് 11 ചേർന്ന PSCയുടെ യോഗ തീരുമാനത്തിൽ മെയ് 30 തന്നെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ വിജ്ഞാപനം പുറപ്പെടുവിക്കാനായിട്ട് PSC തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, യൂണിഫോം ജോലി ഇഷ്ടപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒരു ഡ്രീം പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. അപ്പൊ ഇതിന്റെ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം, മറ്റുള്ളവർ പഠിച്ചു തീർക്കുന്നതിനേക്കാൾ മുമ്പേ നമ്മൾ പഠിച്ചു തീർത്ത് റിവിഷൻ ചെയ്ത് ടോപ്പിക് ടെസ്റ്റ് എഴുതി ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മോഡൽ പരീക്ഷ എഴുതി നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, പ്രിപ്പറേഷനിലെ തെറ്റുകുറ്റങ്ങളൊക്കെ മനസ്സിലാക്കി ഫൈനൽ ലാപ്പ് റിവിഷനും ചെയ്ത് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ലേണിംഗ് എത്തിയാലേ നമുക്ക് ആദ്യത്തെ അഡ്വൈസ് ജോലി കിട്ടത്തുള്ളൂ. അപ്പൊ കോമ്പറ്റീഷൻ കൂടുതലാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ അഡ്വൈസ് ജോലി വേണം, അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അപ്പൊ പല വീഡിയോസിലായിട്ട് നമ്മൾ ഇതിന്റെ ക്വാളിഫിക്കേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്കായിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഒന്ന് പറയാം. അപ്പൊ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് 30/5/2026 1/7/2026 വരെ അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള അവസാന തീയതി ഉണ്ട്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 1/7/2026 മുമ്പ് തന്നെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ അക്വയർ ചെയ്തിരിക്കണം. അതായത് ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണോ, അതേപോലെ തന്നെ ലൈസൻസിന്റെ കാര്യം, എല്ലാ കാര്യങ്ങളും നിങ്ങൾ 1/7/2026 മുമ്പേ നിങ്ങൾ അക്വയർ ചെയ്തിരിക്കണം. then ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. 10ാം ക്ലാസ് യോഗ്യതയോടൊപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ ഉള്ള 3 വർഷത്തിൽ കുറയാത്ത ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ലാറ്ററൽ എൻട്രി വഴി +2 VHSCയും IT ഒക്കെ കഴിഞ്ഞ ഒരു ലാറ്ററൽ എൻട്രി വഴി നിങ്ങൾ ഡിപ്ലോമയ്ക്ക് ചേർന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ബിടെക്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈല് അതിന് തത്തുല്യമായ യോഗ്യത ഉള്ളവർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനോടൊപ്പം തന്നെ വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യം പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? മോട്ടോർ സൈക്കിള്, ഹെവി ഗുഡ്സ് വെഹിക്കിള്, ഹെവി പാസഞ്ചർ വെഹിക്കിള് എന്നിവയിലുള്ള വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ നോട്ടിഫിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് തൊട്ട് നമ്മുടെ ഫിസിക്കൽ മെഷർമെന്റ്, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, ഇന്റർവ്യൂ ഇത് കഴിയുന്നവരെയും നമ്മുടെ ലൈസൻസ് വാലിഡ് ആയിരിക്കണം. അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദെൻ ഇതൊരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് ഇതിന് ഫിസിക്കൽ റിക്വയർമെന്റ് ഉണ്ട്, വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഫിസിക്കൽ റിക്വയർമെന്റ് പറയുന്നുണ്ടോ, മസ്റ്റ് ബി ഫിസിക്കലി ഫിറ്റ് ആൻഡ് ഷാൽ പൊസസ് ദ ഫോളോയിങ് മിനിമം ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ്. മെയിൽ കാൻഡിഡേറ്റിന്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഹൈറ്റ് പറയുന്നത് നോക്കിയേ, 165 സെന്റിമീറ്റർ മിനിമം ഹൈറ്റ് ഉണ്ടായിരിക്കണം. ചെസ്റ്റ് 81 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം, വിത്ത് ആൻ എക്സ്പാൻഷൻ ഓഫ് 5 സെന്റിമീറ്റർ. ദെൻ ഫീമെയിൽ കാൻഡിഡേറ്റിന് മിനിമം ഹൈറ്റ് 152 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. ദെൻ ഒരു നോട്ടായിട്ട് SC/ST കാൻഡിഡേറ്റിന് മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 160 സെന്റിമീറ്റർ മതി മിനിമം ഹൈറ്റ്. ദെൻ ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ മിനിമം ഹൈറ്റ് 150 സെന്റിമീറ്റർ മതി. ഓക്കെ. ദെൻ വിഷ്വൽ സ്റ്റാൻഡേർഡ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. 2 കണ്ണുകൾക്കും വ്യക്തമായിട്ടുള്ള കാഴ്ച ഉണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഐ സ്റ്റാൻഡേർഡ് നോക്കിയേ, റൈറ്റ് ഐക്കും ലെഫ്റ്റ് ഐക്കും ദൂരക്കാഴ്ച 6/6 സ്നെല്ലനും ഉണ്ടായിരിക്കണം. സമീപ കാഴ്ച 0.5 സ്നെല്ലനും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു നോട്ടായിട്ട് പറയുന്നത് എന്താണ്, കളർ ബ്ലൈൻഡ്നെസ്, കോങ്കണ്ണ്, കണ്ണിനോ കൺപോളകൾക്കോ ഉള്ള മറ്റ് കേടുപാടുകൾ തുടങ്ങിയവ അയോഗ്യതയായിട്ട് കണക്കാക്കും. അപ്പൊ ഈ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉള്ളവർക്ക് മാത്രമേ ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പൊ നമ്മൾ ആദ്യമേ ഇതിന്റെ സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഒരു ഓവർവ്യൂ നോക്കാം. പിന്നെ സിലബസിലെ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ കണ്ടന്റ്സ് പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ സിലബസിൽ ഏതൊക്കെ കണ്ടന്റ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുള്ളത് ഞാൻ സ്റ്റഡി പ്ലാൻ പറയുന്ന കൂട്ടത്തിൽ തന്നെ പറഞ്ഞു പോകാം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴും പറയുന്ന പോലെ മെക്കാനിക്കലിൽ 40 മാർക്ക്, ഓട്ടോമൊബൈലിൽ 40 മാർക്ക്, സ്പെഷ്യൽ ടോപ്പിക്കിൽ 20 മാർക്ക്, അങ്ങനെയാണ് ഇതിന്റെ സിലബസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് ആണ്. പുതിയ സിലബസ് വന്നിട്ടില്ല. പുതിയ സിലബസിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ സിലബസ് വെച്ചിട്ട് പഠിക്കാനായിട്ട് നോക്കുക. ഇപ്പൊ ഇവിടെ നമ്മള് മെക്കാനിക്കൽ എന്തൊക്കെയാണ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് 10 മാർക്കിനുണ്ട്,
തെർമൽ എഞ്ചിനീയറിംഗ് 10 മാർക്കിനുണ്ട്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് 10 മാർക്കിനുണ്ട്, മെഷീൻ എലമെന്റ്സ് മെറ്റീരിയൽസ് ആൻഡ് ബോയിലേഴ്സ് 10 മാർക്കിനുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഡിപ്ലോമ ലെവലിലുള്ള സിലബസ് ആണ്. അപ്പൊ ആ ഒരു ലെവലിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ദെൻ ഓട്ടോമൊബൈലിനകത്ത് ആദ്യത്തെ 10 മാർക്കിന് കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഓഫ് എഞ്ചിൻ ആൻഡ് റിലേറ്റഡ് സിസ്റ്റംസ്. ദെൻ അടുത്ത 10 മാർക്കിന് ഷാസിയാണ്. അടുത്ത 10 മാർക്കിന് ട്രാൻസ്മിഷൻ സിസ്റ്റം ആൻഡ് ഇലക്ട്രിക്കൽ സിസ്റ്റം ആണ്. ദെൻ അടുത്ത 10 മാർക്കിന് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് ആൻഡ് മോഡേൺ ടെക്നോളജീസ് ഇൻ ഓട്ടോമൊബൈൽസ്. അപ്പൊ അങ്ങനെ 40 മാർക്കിന്റെ ഓട്ടോമൊബൈൽ പോർഷൻസും കഴിഞ്ഞു. അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഇവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ കരിക്കുലത്തിൽ ഓട്ടോമൊബൈൽ പഠിച്ചിട്ടുണ്ടാകും. ആ ഓട്ടോമൊബൈൽ സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി. ഓട്ടോമൊബൈൽ ഡിപ്ലോമക്കാരൊക്കെ പഠിക്കുന്ന അത്രയും എടുത്ത് ഡീപ്പായിട്ട് പഠിക്കണ്ട. നിങ്ങൾ കരിക്കുലത്തിൽ പഠിക്കുന്ന ഓട്ടോമൊബൈൽ ടോപ്പിക്ക് പഠിച്ചാൽ മതി. ബാക്കി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ദെൻ അടുത്ത 20 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക് ആണ്. അതിനകത്ത് ആദ്യത്തെ 10 മാർക്ക് ടോപ്പിക് ബേസ്ഡ് ഓൺ ഡ്രൈവിംഗ് ലൈസൻസ്. ദെൻ അടുത്ത 10 മാർക്കിന് ജോബ് റിലേറ്റഡ് ടോപ്പിക് ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരുപാട് തിയറി പഠിക്കാനായിട്ട് നിൽക്കരുത്. ഇവിടെ എന്ത് ചെയ്യുക, വേണ്ട കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ എന്ത് ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ. ഇനി നമുക്ക് ഫോളോ ചെയ്യേണ്ട, ആദ്യ റാങ്കിലെത്താൻ ഫോളോ ചെയ്യേണ്ട ഒരു സ്റ്റഡി പ്ലാൻ ആണ്. അപ്പൊ ഞാൻ ഇവിടെ പറയുന്നത്, നിങ്ങൾ ആദ്യത്തെ അഡ്വൈസ് ജോലി കിട്ടണമെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻ നമുക്ക് ഈ മാസം 30-ാം തീയതി വരും. പക്ഷെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു 6 മാസത്തിലൊക്കെ പരീക്ഷ പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മൾ അതിനു മുമ്പേ ഒരു 4 മാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് പഠിച്ച് ടോപ്പിക് ടെസ്റ്റ് ചെയ്ത് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകളും ചെയ്ത് റിവിഷനും ചെയ്ത് ഫൈനൽ ലാപ്പ് റിവിഷനും ചെയ്ത് 4 മാസം കൊണ്ട് തീർത്താൽ നമുക്ക് അഡ്വാൻസ്ഡ് ലെവൽ ലേണിംഗിലേക്ക് പോകാം. അഡ്വാൻസ്ഡ് ലെവൽ എന്താണ് ലേണിംഗ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളും ഞാൻ അടുത്തടുത്ത വീഡിയോകളിലായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ ഈ സ്റ്റഡി പ്ലാനിലേക്ക് നോക്കുക. അപ്പൊ ഇവിടെ സ്റ്റഡി പ്ലാൻ പറയുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന സബ്ജക്ട്, ആദ്യത്തെ 6 ദിവസം കൊണ്ട് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് തീർത്തിരിക്കണം. അപ്പൊ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്? പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, ദെൻ ഫ്ലൂയിഡ് പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്, then types of fluid, then fluid kinematics and kinetics, then properties of hydraulic oil, then hydraulic machines. ഇത്രയും കൂടെ ടോപ്പിക്കിന് 10 മാർക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ 6 ദിവസം കൊണ്ട് നമ്മൾ പഠിച്ചു തീർക്കണം. അടുത്ത ഒരു ദിവസം, 7-ാമത്തെ ദിവസം നമ്മൾ ഇതിന്റെ റിവിഷനും ടോപ്പിക് ടെസ്റ്റും ആയിരിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ സാധാരണ സിമ്പിൾ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം, മോഡറേറ്റ് ലെവല്, അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് ലെവല്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് എല്ലാം നമ്മൾ ചെയ്യണം. അപ്പൊ നമ്മള് ഡേ 8 to 12 നമ്മൾ എന്ത് ചെയ്യുന്നു, ഓട്ടോമൊബൈലിലെ ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഓഫ് എഞ്ചിൻ ആൻഡ് റിലേറ്റഡ് സിസ്റ്റംസ് പഠിച്ചു തീർത്തിരിക്കണം. അപ്പൊ അവിടെ നമ്മള് അതിനകത്ത് എന്തൊക്കെയാ പഠിക്കാനുള്ളത്? കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് IC എഞ്ചിൻസ് ഉണ്ട്, ഫ്യൂൽ സിസ്റ്റം ഉണ്ട്, ലൂബ്രിക്കേഷൻ സിസ്റ്റം ഉണ്ട്, കൂളിംഗ് സിസ്റ്റം ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡേ 8 to 12 പഠിക്കണം. ദെൻ ഡേ 13 ഈ പഠിച്ച കാര്യം നമ്മൾ റിവിഷൻ ചെയ്യണം. അതോടൊപ്പം തന്നെ ക്വാളിറ്റി ആയിട്ടുള്ള ടോപ്പിക് ടെസ്റ്റും ചെയ്യണം. ദെൻ നമ്മൾ ഡേ 14 നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നത് എന്താണ്? 1 തൊട്ട് 13 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത കാര്യം ഒന്നുകൂടെ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് റിവിഷൻ ചെയ്യണം. നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചു തീർത്തിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പീരിയോഡിക് ആയിട്ട് നമ്മൾ റിവിഷൻ ചെയ്യണം. റിവിഷൻ ഈസ് ദ കീ ടു സക്സസ്. ദെൻ അടുത്തത് നമ്മൾ ഡേ 15 തൊട്ട് 21 വരെ മെക്കാനിക്കലിലെ തെർമൽ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ ആണ് നോക്കേണ്ടത്. അപ്പൊ അവിടെ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് ഉണ്ട്, എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് ഉണ്ട്, പെട്രോൾ ആൻഡ് ഡീസൽ എഞ്ചിൻ ബോത്ത് 2 stroke and 4 stroke നമ്മൾ പഠിച്ചിരിക്കണം. ദെൻ IC എഞ്ചിൻ പെർഫോമൻസ് ആൻഡ് ടെസ്റ്റിംഗ് പഠിക്കണം. കംപ്രസേഴ്സ് ഉണ്ട്, ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. അത്യാവശ്യം വലിയൊരു മൊഡ്യൂളാണ്, പക്ഷെ ഡിപ്ലോമ ലെവലിലാണ്. അത് കാരണം നിങ്ങൾ എന്ത് ചെയ്യണം, 15 തൊട്ട് 21 വരെയുള്ള ദിവസങ്ങൾ കൊണ്ട് അത് തീർത്തിരിക്കണം. ദെൻ 22-ാം ദിവസം അതിന്റെ ടോപ്പിക് ടെസ്റ്റും റിവിഷനും ഉണ്ടായിരിക്കണം. ദെൻ 23-ൽ നിങ്ങൾ എന്ത് ചെയ്യുക, 1 തൊട്ട് 22 വരെയുള്ള ദിവസങ്ങളിലുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. ദെൻ 24 തൊട്ട് 28 ദിവസം കൊണ്ട് ഓട്ടോമൊബൈലിലെ 2-ാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള ഷാസി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതൊരു ചെറിയ മൊഡ്യൂളാണ്.
അപ്പൊ അതിനകത്ത് എന്തൊക്കെ പഠിക്കാനുണ്ട്? ഷാസി ആൻഡ് ഫ്രെയിം, ദെൻ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ഫ്രണ്ട് ആക്സിൽ, സസ്പെൻഷൻ സിസ്റ്റം, ബ്രേക്ക് സിസ്റ്റം. ഇത് സിമ്പിൾ ആയിട്ടുള്ള മൊഡ്യൂൾ ആണ്. അപ്പം മെക്കാനിക്കൽ ആരും പേടിക്കേണ്ട, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കരിക്കുലത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നിങ്ങൾ പഠിച്ച പോലെ തന്നെ, നിങ്ങൾ കരിക്കുലത്തിൽ പഠിച്ചതുപോലെ തന്നെ ആ ഒരു ഡെപ്ത് നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ദെൻ ഡേ 29 റിവിഷൻ പ്ലസ് ടോപ്പിക് ടെസ്റ്റ് ആണ്. ദെൻ ഡേ 30 31 കൊണ്ട് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യണം. ഓക്കെ. ഡേ 32 തൊട്ട് 39 വരെയുള്ള ദിവസങ്ങളിലാ നമ്മൾ മെക്കാനിക്കലിലെ മൂന്നാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് നമ്മൾ പഠിച്ചു തീർക്കണം. അപ്പൊ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ള മേജർ ടോപ്പിക്സ്? ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻ, ഫ്രിക്ഷൻ ഉണ്ട്. ഫ്രിക്ഷൻ ഒക്കെ യഥാർത്ഥത്തിൽ അപ്ലൈഡ് മെക്കാനിക്സിനകത്തുള്ള ടോപ്പിക്കാണ്. ദെൻ ടൈപ്സ് ഓഫ് ബീം ആൻഡ് ഇറ്റ്സ് ലോഡിംഗ് കണ്ടീഷൻ, അതും അപ്ലൈഡ് മെക്കാനിക്സിലുള്ള ടോപ്പിക്കാണ്. ദെൻ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, അത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ടോപ്പിക്കാണ്. ദെൻ റിവറ്റ്സ് ആൻഡ് ബോൾട്ട്സ്, ദെൻ ടൈപ്സ് ഓഫ് സ്പ്രിങ്, വെൽഡഡ് ജോയിന്റ്സ്, ഇതൊക്കെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലെ ടോപ്പിക്കാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഡേ 32 തൊട്ട് 39 വരെ പഠിച്ചിരിക്കണം. അപ്പൊ ഇവിടെ നിന്നൊക്കെ നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാം. കഴിഞ്ഞ പ്രാവശ്യം പ്രോബ്ലംസ് ചോദിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്രാവശ്യം ചോദിക്കാഴില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് പഠിച്ചു പോകുമ്പോൾ ഇതിനകത്ത് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ദെൻ ഡേ 40 നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലെ റിവിഷനും ടോപ്പിക് ടെസ്റ്റും ആണ്. ദെൻ 41 തൊട്ട് 42 വരെയുള്ള ദിവസത്തിലാ ഇതുവരെയും പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവിഷൻ ചെയ്യുക. ഓക്കെ. ദെൻ അടുത്തത് നമ്മൾ 42 തൊട്ട് 48 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഓട്ടോമൊബൈലിലെ ടോപ്പിക്കാണ് നോക്കുന്നത്. ട്രാൻസ്മിഷൻ സിസ്റ്റം ആൻഡ് ഇലക്ട്രിക്കൽ സിസ്റ്റം. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ ക്ലച്ച്, ഗിയർ ബോക്സ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഡിഫറൻഷ്യൽ മെക്കാനിസം, വീൽസ് ആൻഡ് ടയേഴ്സ്, ഇത്രയും കാര്യങ്ങളുണ്ട്. ദെൻ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ഓട്ടോമൊബൈൽ ഡൈനാമോ, ചാർജിങ് സിസ്റ്റം, സ്റ്റാർട്ടർ, ഇഗ്നീഷൻ സിസ്റ്റം, ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഈ 42 തൊട്ട് 48 വരെയുള്ള ദിവസത്തിൽ പഠിച്ചു തീർത്തിരിക്കണം. ദെൻ 49ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യണം? റിവിഷൻ പ്ലസ് ടോപ്പിക് ടെസ്റ്റ് ആണ്. ദെൻ 50 തൊട്ട് 52 വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ അതുവരെ പഠിച്ചിട്ടുള്ള ടോപ്പിക്ക് ഒന്നുകൂടെ റിവിഷൻ ചെയ്യുക. അപ്പൊ ഞാനിവിടെ പറയുന്ന കാര്യത്തില നിങ്ങൾ റിവിഷൻ ചെയ്ത് ഓരോന്നും പഠിച്ച് റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? സ്മാർട്ട് ആയിട്ടുള്ള നോട്ട് എഴുതി പോവുക. വലിയ ഇലാബറേറ്റഡ് ആയിട്ടുള്ള നോട്ടല്ല, നിങ്ങൾക്ക് എളുപ്പത്തിൽ പരീക്ഷയ്ക്ക് തലേന്നൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ നോട്ടും കൂടെ ഉണ്ടാക്കി പോവുക. അപ്പൊ നമുക്ക് ഒരുപാട് അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും കുറിച്ച് വെക്കണ്ട, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതിൽ കുറിച്ച് വെക്കുക. ഇത് വെച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫൈനൽ ലാപ്പ് റിവിഷൻ ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ ഡേ 53 തൊട്ട് 60 വരെ നമ്മൾ മെഷീൻ എലമെന്റ്, മെറ്റീരിയൽസ് ആൻഡ് ബോയിലർ, അതാണ് പഠിക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ പഠിക്കാനുണ്ട്? ബെയറിംഗ്സ് ഉണ്ട്, ഗവർണർ ഉണ്ട്, ഫ്ലൈവീൽ ഉണ്ട്, ഗിയേഴ്സ്, ബോയിലേഴ്സ്, മെറ്റീരിയൽസ് ഉണ്ട്. അപ്പൊ ഇതിന് 10 മാർക്കാണ്. അപ്പൊ ഇത്രയും പോർഷൻസ് നമ്മൾ 53 തൊട്ട് 60 വരെയുള്ള ദിവസങ്ങളിൽ പഠിക്കണം. 61ാമത്തെ ദിവസം അതിന്റെ റിവിഷനും ടോപ്പിക് ടെസ്റ്റും ആയിരിക്കണം. ദെൻ 62 തൊട്ട് 64 വരെ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവിഷൻ ചെയ്യുക. ഈ റിവിഷൻ ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ സ്മാർട്ട് നോട്ട് എന്തെങ്കിലുമൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതെല്ലാം കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകണം. ദെൻ ഡേ 65 to 72 ഓട്ടോമൊബൈലിലെ ടോപ്പിക് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് ആൻഡ് മോഡേൺ ടെക്നോളജീസ് ഇൻ ഓട്ടോമൊബൈൽസ് നോക്കണം. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് ഉണ്ട്, ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റംസ് ഉണ്ട്, ഓട്ടോമൊബൈൽ പൊല്യൂഷൻ ഉണ്ട്, വെഹിക്കിൾ ആക്സസറീസ്, ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഉണ്ട്. അപ്പൊ ഇത് ഓട്ടോമൊബൈലിനകത്ത് അത്ര പഠിക്കാൻ രസമുള്ള ഏരിയ അല്ല, എന്നാലും നമ്മൾ എന്ത് ചെയ്യുക? 65 തൊട്ട് 72 വരെയുള്ള ദിവസങ്ങൾ കൊണ്ട് ഇത് പഠിച്ചു തീർക്കണം. ഇത് പഠിക്കാൻ കുറച്ചേ ഉള്ളൂ, ഇത്തിരി ബോറിംഗ് ആണ്. അപ്പൊ അത് നിങ്ങൾ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ ഡേ 73 റിവിഷൻ പ്ലസ് ടോപ്പിക് ടെസ്റ്റ് ആണ്. ദെൻ ഡേ 74 തൊട്ട് 76 വരെ അതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവിഷൻ ചെയ്യുക. ഇനി അടുത്തത് ഡേ 77 തൊട്ട് 83 വരെ നമ്മൾ പഠിക്കാനുള്ളത് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. അപ്പൊ സ്പെഷ്യൽ ടോപ്പിക്കിലെ എന്താണ്? ടോപ്പിക് ബേസ്ഡ് ഓൺ ഡ്രൈവിംഗ് ലൈസൻസ്, അതിന് 10 മാർക്കാണ്. അതിനകത്ത് എന്തൊക്കെ പഠിക്കാനുണ്ട്? മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് 2017, അതിന് 5 മാർക്കാണ്. ദെൻ ചാപ്റ്റർ 2 ഓഫ് ദ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988, അതിനകത്ത് എന്താണ്? ലൈസൻസിങ് ഓഫ് ഡ്രൈവേഴ്സ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ്, അതിന് 5 മാർക്കാണ്. അങ്ങനെ 10 മാർക്കിന്റെ കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യണം? ഡേ 77 തൊട്ട് 83 വരെയുള്ള ദിവസത്തിൽ നമ്മൾ പഠിച്ചു തീർക്കണം. ദെൻ ഡേ 84 തൊട്ട് 90 വരെയുള്ള ദിവസത്തിൽ ജോബ് റിലേറ്റഡ് ടോപ്പിക്കിൽ
ദ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 അത് ഫുള്ള് നമ്മൾ നോക്കണം. ദെൻ ദ കേരള മോട്ടോർ വെഹിക്കിൾ ടാക്സേഷൻ ആക്ട് 1976 അതിന് 3 മാർക്കാണ് വെയിറ്റേജ്. അപ്പൊ അതും പഠിച്ചു തീർക്കണം. അപ്പൊ ഡേ 84 തൊട്ട് 90 വരെയുള്ള ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ജോബ് റിലേറ്റഡ് ടോപ്പിക് ക്ലിയർ ചെയ്തിരിക്കണം. ദെൻ ഡേ 91 എന്താണ്? ഇത്രയും സ്പെഷ്യൽ ടോപ്പിക്കിന്റെ റിവിഷനും ടോപ്പിക് ടെസ്റ്റും ആണ്. അപ്പൊ ഈ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യം പറയുമ്പം ഈ മോട്ടോർ വെഹിക്കിൾ ആക്ടും അതേപോലെ തന്നെ ജോബ് റിലേറ്റഡ് ടോപ്പിക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ബോറിംഗ് ആണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക? അത് മസ്റ്റായിട്ടും പഠിക്കണം. അതൊക്കെ റാങ്ക് മേക്കിംഗ് ആണ്. ഇതിനകത്ത് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിന്റെ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ട്. അതൊക്കെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. തിയറി മിനിമൈസ് ചെയ്തുകൊണ്ട് മിനിമം തിയറി പഠിച്ചിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇതോടുകൂടി നമ്മുടെ ടോപ്പിക്സ് തീരുവാണ് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡേ 92 to 95 എന്താണ്? ഇതുവരെ പഠിച്ച എല്ലാ ടോപ്പിക്കും ഒന്നുകൂടെ റിവിഷൻ ചെയ്യുക. നമ്മുടെ സ്മാർട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ സ്മാർട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇനിയാണ് നമ്മൾ അടുത്ത സ്റ്റേജ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? നമ്മൾ ഇപ്പം പഠിച്ചു, ടോപ്പിക് ടെസ്റ്റ് എഴുതി, അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തു? റിവിഷനും ചെയ്തു അല്ലെ? ഇനി നമുക്ക് വേണ്ട എന്താണ്? ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും മിനിമം 20 മാതൃകാ പരീക്ഷകൾ ചെയ്യണം. അപ്പൊ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ AMAയുടെ കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇപ്രാവശ്യം നടന്ന വാട്ടർ ട്രാൻസ്പോർട്ടിലെ ഫോർമാന്റെ പരീക്ഷകളേ ഉള്ളൂ. 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? മോഡൽ ടെസ്റ്റും നിങ്ങൾ മോക്ക് ടെസ്റ്റ് സീരീസ് ഏതെങ്കിലും വിശ്വസിച്ച് ജോയിൻ ചെയ്യാവുന്ന ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മോക്ക് ടെസ്റ്റ് സീരീസിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അത് കൃത്യമായിട്ടുള്ള ക്വാളിറ്റി മോക്ക് ടെസ്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തണം. നല്ല റിസൾട്ട് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലായിരിക്കണം. ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫുൾ കോഴ്സ് എടുക്കുക, അല്ലെങ്കിൽ എന്താണ് സ്വന്തമായിട്ട് പഠിക്കുന്ന ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് എങ്കിലും ഒന്ന് എടുക്കുക കേട്ടോ. അപ്പൊ അത് ചെയ്യുക. 20 മാതൃകാ പരീക്ഷകളെങ്കിലും ചെയ്യണം. അതെന്താണ്? 96 തൊട്ട് 105 വരെയുള്ള ദിവസങ്ങളിൽ 10 ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 20 മാതൃകാ പരീക്ഷകൾ ചെയ്യണം. അപ്പൊ ഈ 20 മാതൃകാ പരീക്ഷകൾ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ വൃത്തിയായിട്ട് പഠിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. വെറുതെ ഇരുന്ന് ടെസ്റ്റുകൾ ചെയ്യുകയല്ല. നിങ്ങൾ കൃത്യമായി പഠിച്ച് നിങ്ങൾ പരീക്ഷയ്ക്ക് റെഡി ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ആ പരീക്ഷ എഴുതുക. ഇനി ആ പരീക്ഷ എഴുതുമ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യും? കുറെ കാര്യങ്ങൾ തെറ്റിക്കും അല്ലെ? കുറെ കാര്യങ്ങൾ തെറ്റിക്കും. നിങ്ങളുടെ പ്രിപ്പറേഷനിലുള്ള ഗ്യാപ്പ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ആ പ്രിപ്പറേഷനിലെ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്ത് അത് റെക്ടിഫൈ ചെയ്യാനായിട്ടുള്ള സമയമാണ് 106 തൊട്ട് 110 വരെയുള്ള ദിവസങ്ങൾ. അതുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ പ്രിപ്പറേഷനിലെ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യുക, അത് റെക്ടിഫൈ ചെയ്യുക. സ്മാർട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഇനി എന്തെങ്കിലും ഉണ്ട്, എവിടെയെങ്കിലും ഒക്കെ തെറ്റിയ കാര്യങ്ങൾ, നമുക്ക് എന്തെങ്കിലും കോഡിങ്ങിലൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സ്മാർട്ട് നോട്ടിൽ കുറിച്ച് വെക്കുക. സ്മാർട്ട് നോട്ട് എന്ത് ചെയ്യണം? ഫൈനൽ ലാപ്പ് റിവിഷൻ ആയിട്ട് റെഡിയാക്കി വെക്കണം. ഇനി ബാക്കി 111 തൊട്ടും 120 വരെയുള്ള ദിവസങ്ങളിൽ എന്തായിരിക്കണം? നമ്മുടെ ഫൈനൽ ലാപ്പ് റിവിഷൻ ആയിരിക്കണം. അപ്പൊ ഇങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലാ നമുക്ക് ബാക്കി കിട്ടുന്ന ദിവസങ്ങളൊക്കെ ബോണസ് ആണ്. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അഡ്വാൻസ്ഡ് ലെവൽ ലേണിംഗ്, മറ്റാരും പഠിക്കാത്ത രീതിയിൽ നമ്മൾ പഠിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ അഡ്വൈസിൽ തന്നെ ജോലി കിട്ടും. ദെൻ ഈ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ലഭിച്ച ആദ്യ റാങ്കിൽ എത്താനായിട്ട് ടെക് PSC ഒരു ഓൺലൈൻ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ വിജയികളെ സമ്മാനിച്ച അധ്യാപകരാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത്. കോഴ്സ് മെന്റർ ചെയ്യുന്നത് ഞാനാണ് കഴിഞ്ഞ പ്രാവശ്യവും AMAയുടെ കോഴ്സ് ടെക് PSCയിൽ മെന്റർ ചെയ്തിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ കിട്ടും. ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ കിട്ടും. ഫുൾ നോട്ട്സ് കിട്ടും. നിങ്ങൾ സ്മാർട്ട് നോട്ട് ഒന്നും എഴുതേണ്ട കാര്യമില്ല. ഫുൾ നോട്ട്സ് കിട്ടും. ടോപ്പിക് വൈസ് പരീക്ഷകൾ കിട്ടും. ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ കിട്ടും. പരീക്ഷ വരെയും കോച്ചിങ് കിട്ടും. പരീക്ഷ ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഗൈഡൻസ് ഫ്രീ ആയിരിക്കും. അപ്പൊ ഈ എക്സാമിന് തയ്യാറെടുക്കുന്നവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. നല്ല രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലിയിൽ എളുപ്പത്തിൽ പ്രവേശിക്കാൻ പറ്റും. അപ്പൊ ഏവർക്ക് നിങ്ങളുടെ സ്വപ്ന ജോലിയിൽ എളുപ്പത്തിൽ എത്താൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.